നമ്മളിപ്പോ ഉള്ളത് വാഗമണ്ണില് തങ്ങൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മൾ നമുക്ക് താമസം ഒരുക്കിയിട്ടുള്ള നമ്മുടെ സ്വന്തം ചേട്ടനാണ് ഇരിക്കുന്നത്. ചേട്ടന്റെ പേര് പറയൂ. എൻ്റെ പേര് റോയ് ചേട്ടൻ എന്ന് പറയും. ഞാൻ ഇതൊക്കെ ഒരു നടത്തുകയും നോക്കി ഈ നിങ്ങളെപ്പോലുള്ള ഗസ്റ്റ് ആയി വരുന്നവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളാണ്. നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. വളരെ വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഒരു 10 ഏക്കർ സ്ഥലത്താണ് ഈ കോട്ടേജൊക്കെ സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പെരുപ്പിച്ച് പറയുന്ന രീതി ശരിയല്ലല്ലോ. ആളുകൾ വന്നു കഴിയുമ്പം പറഞ്ഞ പോലെ ഒന്നും അല്ല എന്ന് ആയിരിക്കാനും പാടില്ലല്ലോ. അതുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഞാനിത് കൂടുതലായിട്ടും പറയുന്നത്. ഇതിപ്പം തടി കൊണ്ട് മാത്രമുള്ള ഒരു കോട്ടേജുകളാണ് ഈ കാണുന്നത്. ഒരു കോട്ടേജിൽ 8 പേർക്ക് നമുക്ക് താമസിക്കാൻ പറ്റും. ഇത് മൊത്തം ഇവിടെ എത്ര കോട്ടേജ് ഉണ്ട്? ഇതുപോലത്തെ നമ്മള് 4-5 കോട്ടേജുകളുണ്ട്. എല്ലാം തടി കൊണ്ടുള്ളതാണ്. നമുക്ക് ഈ കോൺക്രീറ്റ് ഉള്ള കോട്ടേജുകളും ബിൽഡിങ്ങുകളും പൊതുവെ ഇപ്പം ആളുകൾക്ക് അല്ലെങ്കിൽ വരുന്നവ ഗസ്റ്റിന് താല്പര്യക്കുറവാണ്. ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ പണിത കോട്ടേജുകളാണ് ഇഷ്ടപ്പെടുന്നത്. ചേട്ടൻ എത്ര വർഷമായിട്ടുണ്ട്? ഞാനിവിടെ 5 വർഷമായിട്ട് നോക്കി അന്വേഷിക്കുന്ന ആളാണ്. അത് ശരി. ചേട്ടന്റെ ശരിക്കുള്ള നാട്? എൻ്റെ നാട് എരുമേലി എന്ന സ്ഥലമാണ്. പ്രശസ്തമായ സ്ഥലമാണ്. വളരെ തീർത്ഥാടന കേന്ദ്രമൊക്കെയാണ്. എരുമേലി നിന്നാണ് ഞാനിവിടെ സ്ഥലം മേടിച്ച് താമസിച്ച് കുടുംബമായിട്ട് താമസിക്കുന്നത്. ഇതിപ്പോ ഈ കാണുന്നതൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും നിർമ്മിച്ചിട്ട്? ഇതൊരു 10-20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതല്ലേ? ഇതൊക്കെ ഈ കാണുന്ന മരങ്ങളൊക്കെ ശരിക്കും പണ്ടത്തെ പത്താഴപ്പൂര എന്താന്ന് പറയാ, ആ സെറ്റപ്പ് അല്ലേ ഇത്? അതെ, ആ സെറ്റപ്പാണ്. നമ്മളത് കൊടുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു അല്ലേ? പണ്ടത്തെ പത്താഴപ്പൂരയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഒരു സെറ്റപ്പിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. സാധനങ്ങളൊക്കെ വെക്കാനും ഇതാക്കാനൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഫുള്ള് മരത്തടി കൊണ്ട്, മരത്തിലാണ് ഇത് ഫുള്ള് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. വാതിലൊക്കെ അത്രയും പഴക്കമുള്ള വാതിലും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. വാതിലൊക്കെ അത്രയും പഴക്കമുള്ള മരം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫുള്ള് മരമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇത്. കണ്ടല്ലേ? ഇതില് ഒരു കോട്ടേജ് എന്ന് പറയുന്നത് 3 റൂം അല്ലേ? ഇതില് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഉള്ളൊരു സെറ്റപ്പാണ്. ആണല്ലേ? പിന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഇതിന്റെ സെറ്റപ്പ്.